പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു പുത്തൻ ദിനം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ സന്തോഷവും സമാധാനവും സ്വർഗത്തിൻ്റെ ആനന്ദവും നിന്നിലേക്കും നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരിലും നിറയട്ടെ. നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ. സന്തോഷമുള്ള, അഭിവൃദ്ധിയുള്ള, അനുഗ്രഹമുള്ള, സമാധാനം നിറയുന്ന ഒരു ദിനമായിരിക്കും നിൻ്റെ എല്ലാ കാര്യങ്ങളിലും, നിൻ്റെ യാത്രകളിലും, നിൻ്റെ ജോലി മേഖലകളിലും, ബിസിനസ് മേഖലകളിലും എല്ലാറ്റിലും സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകും. അതിനായി പ്രത്യേകം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സകല വിശുദ്ധരും സകല മാലാഖമാരും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ഈശോയുടെ തിരുരക്ത കോട്ട കെട്ടി നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ, മുദ്രിതരാക്കപ്പെടട്ടെ. ഇന്ന് ഈശോ നമ്മോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത് എന്താണെന്നോ? ഈശോ എല്ലാവരോടും പറയാണ്, ധീരമായി പൊരുതണമെന്ന്. ധീരമായി പൊരുതണം. ജീവിക്കാന്ന് പറയുന്ന അത്ര എളുപ്പമാണോ? അല്ല. ജീവിക്കാന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. അല്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മെസ്സേജ് ചെയ്തേക്കുകയാണ്, അച്ഛാ ദൈവം ഉണ്ടോ? ജീവിതത്തിലെ ഇങ്ങനെ പോരാടാൻ പറ്റാതെ ആയിക്കഴിഞ്ഞപ്പോൾ ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ നിന്ന് വന്നതാണ്. എനിക്കറിയാം ആ വ്യക്തി ഒരുപാട് വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോയിട്ടേ ഇങ്ങനെ വല്ലാതെ മനസ്സിങ്ങനെ നിരാശയിൽ നിന്ന് ഉയർന്ന ചോദ്യമോ അത്. ദൈവമുണ്ടോ? ദൈവമുണ്ട്. ദൈവം നമുക്ക് കരുത്ത് തരുന്നത് എങ്ങനെയാ? സഹനങ്ങളെ അതിജീവിച്ചാണ് ആത്മാവിന് കരുത്ത് തരിക. സഹനങ്ങൾ തരും. സഹനങ്ങളെ അതിജീവിച്ച് കർത്താവ് ബലമായി നമുക്ക് ഓരോരുത്തർക്കും മാറും. ഇപ്പൊ കർത്താവ് പറയുന്നത് എന്താ? നിരാശപ്പെടണ്ട, ഭയപ്പെടേണ്ട, നന്നായി പൊരുത്. എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങളുണ്ട്. അച്ഛൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്, കർത്താവിൽ ആശ്രയിച്ച് പൊരുത്, തോറ്റുകൊടുക്കരുത്. മരിക്കാൻ എളുപ്പമാ. എന്തോരം പേര് ആത്മഹത്യ ചെയ്യണേ, മരിക്കുകയാണവര്, തോറ്റുപോകരുത്. ദൈവത്തോടൊപ്പം നീയും ഞാനും പൊരുതണം. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരബലത്തിൽ ആശ്രയിച്ച് ഞാനും നീയും പൊരുതി തോൽപ്പിക്കണം. സങ്കീർത്തകൻ പറയാണ്, ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. സങ്കീർത്തനം 60:12. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും, അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. ധീരമായി പൊരുതണം. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടോ. മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ധീരമായി പൊരുതാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.